ഹലോ ഫ്രണ്ട്സ്, കുറേ കാലമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ടോ. ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. എനിവേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറാണ് കേട്ടോ. ഞാൻ അധികം വലിയ നീട്ടി വലിച്ചൊരു ഇൻട്രോ ഒന്നും നൽകണില്ല. വൈകാതെ തന്നെ നമുക്ക് വീഡിയോക്ക് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ മാങ്ങ തൊലി കളഞ്ഞോ അല്ലെങ്കിൽ കളയാതെയോ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി വെക്കാം കേട്ടോ. ഇത് മാങ്ങയിൽ ഉപ്പ് പിടിക്കാൻ നന്നായിട്ട് സഹായിക്കും. ഉപ്പ് നന്നായിട്ടിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട മുളക് പൊടിയാണ് കേട്ടോ എരിവിനായിട്ട്. ഈ മുളക് പൊടി ഞാനൊരു കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ സാധാ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉലുവയും കടുകും വറുത്തിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ച പൊടിയാണ്. അതും കൂടെ നമ്മൾ മുളകും ഉപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കാം. ചൂടായി വരുമ്പോൾ ആ എണ്ണയിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഈ ചൂടുള്ള എണ്ണ മിശ്രിതം നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിട്ടുള്ള മാങ്ങയല്ലേ അതിലിട്ട് ഒഴിക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇൻസ്റ്റൻറ്റ് അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കായപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാനിവിടെ അത് ചേർക്കാൻ വിട്ടുപോയതാണ്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ അച്ചാർ വേറൊരു ലെവൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കണം. ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാവുന്ന ഒരു അച്ചാറാണിത്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.